നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കള്ളുഷാപ്പിൽ വെച്ച് മീനെടുത്ത് കഴിച്ചതിനെ ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച സഹോദരങ്ങളടക്കം 3 പേർ അറസ്റ്റിൽ. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറിയുടെ ചുമർ തുരന്ന് മോഷണ ശ്രമം. കീഴ്പള്ളിക്കരയിലെ ലഹരി മാഫിയ സംഘത്തെ അമർച്ച ചെയ്യുന്നതിന് പോലീസ് എക്സൈസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് കീഴ്പള്ളിക്കര ജനകീയ സമിതി ആവശ്യപ്പെട്ടു. വാർത്തകൾ തുടരുന്നു. കള്ളുഷാപ്പിൽ വെച്ച് മീനെടുത്തു കഴിച്ചത് തടഞ്ഞതിലുള്ള ദേഷ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് ബീച്ച് പാണാട്ട് ക്ഷേത്രത്തിന് സമീപം തൃപ്രയാർ ശൈലേഷിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് പൈനൂർ മാളുത്തറ സനത്, സഹോദരൻ സഞ്ജയ്, ചെമ്മാപ്പള്ളി വടക്കൻതുള്ളി ഷാരൂൺ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാത്രി 7:30 തൃപ്രയാറിലെ കള്ളുഷാപ്പിലാണ് സംഭവം. ശൈലേഷ് വാങ്ങിയ വറുത്ത മീൻ പ്രതികളെടുത്തത് ഇയാൾ തടഞ്ഞിരുന്നു. 7:45 ശൈലേഷ് പുറത്തിറങ്ങിയപ്പോൾ 3 പേരും ചേർന്ന് ശൈലേഷിനെ ബലമായി ദേശീയപാത ബൈപ്പാസിനടിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ സനത് വലപ്പാട് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിലും അന്തിക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മാനഹാനി വരുത്തിയ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് മർദ്ദനമെന്ന് പോലീസ് പറഞ്ഞു. സഞ്ജയ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത കേസിലും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. വലപ്പാട് SHO MK രമേശ്, ASI രാജേഷ് കുമാർ, CPOമാരായ സുനീഷ്, വിപിൻകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കേരളത്തിന് അരി നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ KSKTU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KC സുധ അധ്യക്ഷയായി. സെക്രട്ടറി KS ഷനിത്, സന്തോഷ് K രാജൻ, TS ശ്രീരാജ്, സ്മിന ശൈലേഷ്, PL പോൾസൺ, KV അനിത, KV ശ്രീധരൻ, EP അജയ് ഘോഷ്, KS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല നടത്തി. എടമുട്ടം സർദാർ സ്മാരക മന്ദിരത്തിൽ ചേർന്ന ശില്പശാലയിൽ CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം VR മോഹൻദാസ്, CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം രാജൻ പട്ടാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ, മുബീഷ് പനക്കൽ, ഉണ്ണികൃഷ്ണൻ KS, ഹിരൺ, ലാൽ കെച്ചില്ലം, ബാബുരാജ് മേൽവീട്ടിൽ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ചെയർമാനായി മുൻ MP TN പ്രതാപനെ വീണ്ടും തിരഞ്ഞെടുത്തു. CG അജിത് കുമാർ ജനറൽ സെക്രട്ടറി, TG ദില്ലി രത്നം ട്രഷറർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗമാണ് പുതിയ ഭരണസമിതി തിരഞ്ഞെടുത്തത്. വരണാധികാരി P മാധവമേനോൻ അധ്യക്ഷനായി. രക്ഷാധികാരികളായി ശിവൻ കണ്ണോളി, PM അഹമ്മദ്, PR താരാനാഥൻ എന്നിവരെ തിരഞ്ഞെടുത്തു. വൈസ് ചെയർമാനായി PK സുഭാഷ് ചന്ദ്രൻ, CA മുഹമ്മദ് റഷീദ്, ഡാലി J തോട്ടുങ്ങൽ, CM നൌഷാദ്, TU സുഭാഷ് ചന്ദ്രൻ, സെക്രട്ടറിമാരായ CK പാറൻകുട്ടി, MC സക്കീർ ഹുസൈൻ, AP രജിത്, AS രാജേഷ്, NK സുഭാഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ആരോഗ്യരംഗത്തെ ശോചനീയാവസ്ഥ വെളിച്ചത്തുകൊണ്ടുവന്ന ഡോക്ടർ ഹാരിസിന് അഭിവാദ്യമർപ്പിച്ചും കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന വീട്ടമ്മ ദാരുണമായി മരണപ്പെട്ടതുമായ സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് നടത്തിയ അപഹാസ്യകരമായ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചും താന്നിമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. KN വേണുഗോപാൽ, ആൻഡോ തൊറയൻ, EM ബഷീർ, KT വിനയൻ, ലൂയിസ് താണിക്കൽ, നിസാർ കുമ്മം കണ്ടത്ത്, AK അഷറഫ്, CP ഗോപാലകൃഷ്ണൻ, MS പ്രദീപ്, ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി.
ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ആരോഗ്യ രംഗത്തെ നിജസ്ഥിതി വെളിപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഡോക്ടർ ഹാരിസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ ആദിത്യ യോഗി എന്ന മുഖ്യമന്ത്രി ഡോക്ടർ ഖഫീഖുൽ ഖാനെ എങ്ങനെയാണോ വേട്ടയാടിയിരുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു പതിപ്പാണെന്ന് ഈ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് വീണ് അവിടെ ബിന്ദു എന്ന സ്ത്രീ മരിക്കുമ്പോൾ തികച്ചും ഒരു ഗാനമില്ലാതെ കേരളത്തിലെ വീണാമി മന്ത്രി അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊന്നേ പറയാനുള്ളൂ, പിണറായി വിജയൻ രാജിവെക്കുക, കേരളത്തിലെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുള്ള ധാർമ്മിക സമരത്തിന് എല്ലാ പിന്തുണയും അഭിവാദ്യം നടന്നുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറിയുടെ ചുമർ തുരന്ന് മോഷണ ശ്രമം. 3 പീടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഐഡിയ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു. 1 വർഷം മുമ്പ് സമാന രീതിയിൽ ഇതേ ജ്വല്ലറിയിൽ മോഷണം നടന്നിരുന്നു. ശനിയാഴ്ച രാവിലെ ഉടമ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം SI T അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജ്വല്ലറിയിലെ CCTV പരിശോധിച്ചതിൽ നിന്നും പുലർച്ചെ 2:30ക്കും 3:30ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണത്തിന് ശ്രമിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3:15ഓടെ ചുമർ കുത്തി തുറന്ന് ഒരാൾ മുഖം മറച്ച് ജ്വല്ലറിയിലേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മോഷ്ടാവ് അകത്ത് കടന്ന ഉടൻ തന്നെ CCTV സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കടന്നുവരാവുന്ന വലിപ്പത്തിലാണ് പിൻഭാഗത്തെ ചുമർ തുറന്നിട്ടുള്ളത്. 2024 ഇതേ ജ്വല്ലറിയിൽ സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. അതേ സ്ഥലത്തെ ചുമർ തന്നെയാണ് കുത്തി തുറന്നത്. 3ാം തവണയാണ് ഈ ജ്വല്ലറിയിൽ മോഷണം നടക്കുന്നത്. 2007 ആദ്യ മോഷണം നടന്നത്. അന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. 2024 നടന്ന മോഷണത്തിൽ 200 ഗ്രാം വെള്ളിയാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ഈ കേസുകളിലൊന്നും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും തീരദേശത്തെയും കോൾ മേഖലയിലെയും വെള്ളക്കെട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, VK മോഹനൻ, E രമേശൻ, ആൻഡോ തൊറയൻ, ബിജേഷ് പന്നിപ്പുലത്ത്, ഷാനവാസ് അന്തിക്കാട്, N ബാലഗോപാലൻ, ഉസ്മാൻ അന്തിക്കാട്, ഷൈൻ പള്ളിപ്പറമ്പിൽ, അക്ബർ പട്ടാട്ട്, അശ്വിൻ ആലപ്പുഴ എന്നിവർ സംസാരിച്ചു. സുധീർ പാടൂർ, ശ്രീജിത്ത് പുന്നപ്പള്ളി, രാമചന്ദ്രൻ പള്ളിയിൽ, U നാരായണൻകുട്ടി, റസിയ ഹബീബ്, P തങ്കമണി, അഡ്വക്കേറ്റ് യദുകൃഷ്ണ, KK യോഗനാഥൻ, ജോജോ മാളിയേക്കൽ, EI ആൻഡോ, ഷാജു മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ അധികാര സമർപ്പണ ചടങ്ങ് നടന്നു.
കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾക്കും ഹൌസ് ക്യാപ്റ്റന്മാർക്കും വിശിഷ്ടാതിഥികൾ ബാഡ്ജുകൾ അണിയിച്ചു. മാനേജർ IT മുഹമ്മദ് അലി വിദ്യാലയത്തിലെ വിവിധ ക്ലബ്ബുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വിവിധ ക്ലബ്ബുകളുടെ ലോഗോ പ്രകാശനം ചെയ്ത് പാർലമെന്റ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് എക്സലന്റ് അവാർഡുകൾ നൽകി. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഗെയ്നി മൈക്കിൾ, പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ട്രഷറർ EA ഹാരിസ്, വൈസ് പ്രിൻസിപ്പൽ CS സുവിത, ഹെഡ് ഗേൾ അമീഷ ഇഷാഖ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിൻ നടത്തി, ക്ലാസ്സുകളിൽ പോയി കുട്ടികളോട് വോട്ട് ചോദിച്ചു. ഇന്ന് വിജയ ശ്രീലാളിതായി മുന്നിലിങ്ങനെ ഇരിക്കുകയാണ്, അല്ലേ? അഭിമാനത്തോടുകൂടി അവർ മുന്നിലിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പോയ കാലത്തിൻ്റെ ഓർമ്മകളിങ്ങനെ മനസ്സിൽ ചേക്കേറുകയാണ്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കാൻ കഴിഞ്ഞ ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇതുപോലെയൊക്കെ നടക്കാൻ കഴിഞ്ഞതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാനുള്ള ആ ഒരു പ്രാപ്തി ലഭിച്ചത് ഞാൻ ആ ഒരു നിമിഷം ഇവിടെ നിന്ന് ആലോചിച്ചു. ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഇലക്ഷനൊക്കെ മത്സരിക്കുകയും ഭാരവാഹിത്വം വഹിക്കുകയും NCCയിലും NSSലൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഡിഗ്രിക്കും PGക്കൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് ഈ സ്കൂളിൽ, ഞാൻ ചേർത്തലക്കാരനാണ്, ഈ സ്കൂളിൽ ലെമർ വലപ്പാടുള്ള തൃപ്രയാറുള്ള ഈ ലെമർ സ്കൂളിൽ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിഞ്ഞത്, വിദ്യ അഭ്യസിക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മിക്കുകയാണ്. നാട്ടിക ചെമ്പിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, പന്തിരടി പൂജ, പഞ്ചവിംശതി കലശപൂജ, 10-ന് ദുർഗാദേവിക്ക് നവകലശാഭിഷേകം, ഉച്ചപൂജ, പാണ്ടിമേളം, പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കിട്ടപ്പ മെമ്മോറിയൽ അവാർഡ് വിതരണം, തുടർന്ന് കലാപരിപാടികൾ, പ്രസാദഊട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി TK സുധൻ, മേൽശാന്തി VK ലാൽ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ CP രാമകൃഷ്ണൻ മാസ്റ്റർ, CK ഗോപകുമാർ, അഡ്വക്കേറ്റ് CV വിശ്വേഷ്, CK പാറൻകുട്ടി, CG സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അതേപോലെ തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചെറിയ ഒരു ക്ഷേത്രവും കൂടി നമുക്ക് എല്ലാവർക്കുമായിട്ട് തന്നിട്ടുള്ളത് ശ്രീമാൻ കിട്ടപ്പ, ചെമ്പിപ്പറമ്പിൽ കിട്ടപ്പ. അദ്ദേഹത്തിന് കുളമ്പുകാരൻ എന്നും പറയുമായിരുന്നു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ബാലവേദിയുടെയും നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് നാട്ടിക വെസ്റ്റ് KMUP സ്കൂൾ പ്രധാനാധ്യാപിക CJ ജെന്നി ഉദ്ഘാടനം ചെയ്തു. ES സ്നേഹ പ്രഭാഷണം നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം PV ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം TK ഹരിദാസ്, യുവത സെക്രട്ടറി അപർണ UG, വനിതാവേദി എക്സിക്യൂട്ടീവ് അംഗം ദിവ്യ രജീഷ്, ലൈബ്രറിയൻ ഷാരി ജിഷാന്ത് എന്നിവർ സംസാരിച്ചു. എന്റെ കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് മതിലുകൾ എന്നുള്ള സിനിമയാണ്. ആ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ
കണ്ടിട്ടുണ്ടാവില്ല, അല്ലെ ഇപ്പോഴത്തെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ ഒന്ന് കാണണം. അതിൽ നമ്മുടെ മമ്മൂട്ടിയാണ് നായകൻ, ബഷീറായിട്ട് അഭിനയിച്ചുള്ളത് മമ്മൂട്ടിയാണ്. സ്ത്രീ കഥാപാത്രങ്ങളില്ലെങ്കിലും ഒരാളുടെ ശബ്ദമുണ്ട് അതിൽ. മതിലുകളുടെ അപ്പുറത്ത് നിന്ന് ഒരു കമ്പെറിയുന്ന ഒരു സ്ത്രീയായിട്ട് നമ്മുടെ KPS ലളിതയുടെ സൗണ്ടാണ് അതിലുള്ളത്. ഇപ്പം ആരും KPS ലളിതയും ഇല്ല, ആരുമില്ല. അപ്പം നിങ്ങൾക്ക് അതൊന്നും അറിയണ്ടാവില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. കിഴുപ്പിള്ളിക്കരയിലെ ലഹരി മാഫിയ സംഘത്തെ അമർച്ച ചെയ്യുന്നതിന് പോലീസ് എക്സൈസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് കിഴുപ്പിള്ളിക്കര ജനകീയ സമിതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ജനകീയ സമിതി പ്രവർത്തകൻ PK ഷറഫുദ്ദീന്റെ വീടിനു നേരെ ലഹരിക്കടിമയായ യുവാവ് ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുയോഗം നടത്തിയത്. യോഗം 10ാം വാർഡ് മെമ്പർ മിനി ജോസ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി കൺവീനർ TV ദിബു അധ്യക്ഷനായി. ഹബീബുള്ള പട്ടാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, ഷീബ രാമചന്ദ്രൻ, രമേശ് പുത്തൻപുരയ്ക്കൽ, ബഷീർ പുതിയ വീട്ടിൽ, KM സിറാജ്, ഗോകുൽ കൃഷ്ണ V എന്നിവർ സംസാരിച്ചു. ലഹരി സംഘങ്ങളുടെ പ്രവർത്തനം വ്യാപകമായിട്ടും പോലീസ് എക്സൈസ് വകുപ്പുകളുടെ പരിശോധനയും പട്രോളിംഗും മേഖലയിൽ കാര്യക്ഷമമല്ലെന്ന് ജനകീയ സമിതി ആരോപിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണലൂർ യൂണിറ്റിന്റെ 3ാം വാർഷിക പൊതുയോഗം മണലൂർ ഡിലൈറ്റ് ഹാളിൽ നടത്തി. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഔസേബ് ചാലിശ്ശേരി അധ്യക്ഷനായി. CR റാഫേൽ, അബ്ദുൽ ജബ്ബാർ, വർഗീസ് P ചാക്കോ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്ക് ഉപഹാരം നൽകി. മാങ്ങാട്ടുകര കുന്നത്തുള്ളി പണിക്കൻ കളരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടത്തി. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അഭിഷേകം, കലശപൂജ, കലശാഭിഷേകം, വാദ്യോഘോഷങ്ങളോടെ എഴുന്നള്ളിപ്പ്, പ്രസാദവൂട്ട് എന്നിവയുണ്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും നടന്നു. KSSPU തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് KS ലതിക അധ്യക്ഷയായി.
ജില്ലാ കമ്മിറ്റി അംഗം ടി.സി. റീത്ത, പ്രൊഫസർ എം.വി. മധു, ബ്ലോക്ക് സെക്രട്ടറി ബി.എൻ. ജയാനന്ദൻ, ബ്ലോക്ക് ട്രഷറർ ടി.കെ. ഹരിദാസ്, യൂണിറ്റ് സെക്രട്ടറി എം.വി. ജയപ്രകാശൻ, എം.വി. മോഹനൻ, വി.ജി. പ്രസന്നകുമാരി, എ.വി. ലീല എന്നിവർ സംസാരിച്ചു. പ്രധാനമായും സംസാരിക്കേണ്ട വിഷയം നമ്മുടെ സംഘടനയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പുതിയ ആൾക്കാരെ പഴയ ആൾക്കാരൊക്കെ സംഘടനയെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ നവാഗതർക്ക് നമ്മുടെ സംഘടന എന്താണ്, അല്ലെങ്കിൽ സംഘടനയെക്കുറിച്ച് അവർക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള കൺവെൻഷനുമായി നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ സംഘടന 1992 ആണ് ആരംഭിച്ചത്. നാട്ടിക ബീച്ച് ചളിങ്ങാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ മഹോത്സവം നടന്നു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, നവീകരണ കലശം, എഴുന്നള്ളിപ്പ്, മേളം, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് നിറമാല എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സി.ആർ. സുരേന്ദ്രൻ, സെക്രട്ടറി സി.ആർ. സന്തോഷ്, ട്രഷറർ സി.കെ. ധർമ്മൻ, സി.കെ. അശോകൻ, സി.ആർ. പവിത്രൻ, വിനീഷ് സി.വി. എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയം റാലി നടത്തി. NSS, NCC, ഗൈഡ്, സ്കൗട്ട് യൂണിറ്റ് അംഗങ്ങൾ നടത്തിയ റാലി വിദ്യാലയത്തിൽ നിന്നും പ്രിൻസിപ്പൽ S. സിന്ധു, ഹെഡ് മാസ്റ്റർ ദിലീപ് കുമാർ എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാലയത്തിൽ നിന്ന് തുടങ്ങി കോതകുളം വരെയാണ് റാലി നടത്തിയത്. ലഹരിവിരുദ്ധ പോസ്റ്ററുകൾ, പ്ലക്കാർഡുകൾ, ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു റാലി സംഘടിപ്പിച്ചത്. റാലി ഗൈഡ്സ് NSS പ്രോഗ്രാം ഓഫീസർമാരായ വി.ജി. സിന്ധു, ശ്രീകാന്ത് ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ഒരു ചെറിയ മഴ പെയ്താൽ പോലും അന്തിക്കാട് ഗവൺമെന്റ് ആശുപത്രിയുടെ OP ബ്ലോക്കിന് മുന്നിൽ വെള്ളക്കെട്ടാണ്. വാഹനത്തിൽ വരുന്നവരായാലും നടന്നു വരുന്നവരായാലും അഴുക്കുവെള്ളത്തിലൂടെയല്ലാതെ OPയിൽ പ്രവേശിക്കാനാകില്ല. മഴക്കാല രോഗങ്ങൾ മൂലം നിരവധി രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളക്കെട്ട് മൂലമുള്ളതെന്ന് രോഗികൾ പറഞ്ഞു. KV പീതാംബരൻ സ്മാരക പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് ബാലസാഹിത്യകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് TS നിഹിര അധ്യക്ഷയായി. സെക്രട്ടറി ഫാത്തിമ സനം, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി KA വിശ്വംഭരൻ, KR സീത, TN മധുസൂദനൻ, TN ഉദയകുമാർ, AN ദിൽഷാദ് എന്നിവർ സംസാരിച്ചു. ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ നൌമി പ്രസാദ് സമ്മാനദാനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യമേഖല തകർത്തതിന്റെയും കോട്ടയത്ത് ദാരുണമായി ഒരു സഹോദരി മരിക്കാനിടയായ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടും മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് സെക്രട്ടറി ML സെബാസ്റ്റ്യൻ,
മണ്ഡലം സെക്രട്ടറി സുരജ, മണ്ഡലം വൈസ് പ്രസിഡന്റ് പി.വി. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ടവൻ വരുമ്പോൾ അവന്റെ ചികിത്സയ്ക്ക് വേണ്ട പൈസ രോഗികളുടെ കൈകളിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികനായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിദഗ്ധൻ പറയുന്നു, ഇവിടെ ഒന്നുമില്ല, മാസങ്ങളായി ആവശ്യപ്പെടുന്നു, മരുന്നില്ല, ആവശ്യമായ ഉപകരണങ്ങളില്ല, രോഗികൾ നെട്ടോട്ടമാറുന്നു. ഇത് ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ലോകത്തിന് മാതൃകയെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകർത്ത പിണറായി വിജയനും വീണ ജോർജും രാജിവെക്കണമെന്നാണ് കേരളത്തിലെ UDF പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. കേരളത്തിന് അരി നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ KSKTU മണലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ യോഗം KSKTU ജില്ലാ കമ്മിറ്റി മെമ്പറും CPM മണലൂർ ഏരിയ സെക്രട്ടറിയുമായ P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. മിനി മോഹൻദാസ് അധ്യക്ഷയായി. KR ബാബുരാജ്, KSKTU ജില്ലാ കമ്മിറ്റി മെമ്പർ PK അരവിന്ദൻ, ജനാർദ്ദൻ മണ്ണുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. KV ഡേവിസ്, KA ബാലകൃഷ്ണൻ, CK ശശി, CF രാജൻ, ഷീബ മനോഹരൻ, ഷെർലി റാഫി, സഹനലത സത്യൻ, CA ശങ്കരൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ KK ബാബു, VG അശോകൻ, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, വാസു വളാഞ്ചേരി, ടോളി വിനീഷ്, ബീന സേവിയർ, പുഷ്പ വിശംബരൻ, സോമൻ വടശ്ശേരി, PS ആനന്ദൻ, രഘു കാര്യാട്ട്, ജിഷ സുരേന്ദ്രൻ, ജിൻസി മരിയ തോമസ്, സെൽജി ഷാജു, ജോജു തേക്കാനത്ത്, ഇന്ദിര ഉത്തമൻ, സജീവൻ വലിയപറമ്പിൽ, ജോസഫ് പള്ളിക്കുന്നത്ത്, പീതാംബരൻ രാരമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വേദനാജനകമായ ഒരു അന്തരീക്ഷം, കേരളത്തിൻ്റെ മനസ്സാധികം ഞെട്ടിച്ച സംഭവം. ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടായ, ഇത്രയേറെ വിഷമമുണ്ടായ ഒരു സാഹചര്യമില്ല. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ MLA-മാർ ശക്തമായി ഇടപെട്ടിട്ട് പോലും ഈ പാവപ്പെട്ട ബിന്ദുവിൻ്റെ മൃതദേഹം പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. മന്ത്രിമാരായ വീണയും അതുപോലെ തന്നെ വാസവനും ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബിലെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ്, സെക്രട്ടറി ബാലകൃഷ്ണൻ, ട്രഷറർ ഷാലി വർഗീസ് എന്നിവർ സ്ഥാനമേറ്റു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് സോമകുമാർ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂരിലുള്ള ഓട്ടിസം കുട്ടികളുടെ സ്കൂളിലേക്ക് സൈക്കിൾ, കുടകൾ എന്നിവ നൽകി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ 5 സ്കൂളുകൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ബാലകൃഷ്ണൻ, മോഹൻലാൽ, പ്രദീപ്, ശങ്കരനാരായണൻ, ദിനേശൻ, സുഗുതൻ, അഡ്വക്കേറ്റ് ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂൺ 1 മുതൽ 5-ാം തീയതി വരെയായിരുന്നു ഞങ്ങൾക്ക് DG ടീമിൻ്റെ സ്കൂൾ നടന്നത്. കൊൽക്കത്തയിലെ ITC ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു സ്കൂൾ അറ്റൻഡ് ചെയ്തത്. ഞാനും ഡിസ്ട്രിക്ട് ഗവർണർ അതേപോലെ ഫസ്റ്റ് DG സുരേഷ് വരെ 3 പേരും അവിടെ പോയി അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും നമ്മൾ വിചാരിക്കും അത് സെക്കൻഡ് DG ആയാലും ഫസ്റ്റ് DG ആയാലും ഫ്രീ ആണ്. 40,000 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ച് അങ്ങോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്തത്. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ അവിടുത്തെ ഒരു കൃത്യനിഷ്ഠയാണ് ഉള്ളത്. ഇത് മുൻ ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ്. 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്ക് തന്നെ മീറ്റിംഗ് ആരംഭിക്കും. ഒരു സെക്കൻഡ് നമ്മൾ വൈകി കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പഞ്ച് ചെയ്യുന്ന സംവിധാനം പോലെയാണ് നമുക്ക് തന്ന ടാഗ് സ്കാൻ ചെയ്ത് പഞ്ച് ചെയ്തിട്ടാണ് അതിനുള്ളിൽ കയറുന്നത്. ഒരു പക്ഷെ നമ്മളത് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് അവിടെ ഓപ്പണായിട്ട് അനൗൺസ്മെന്റ് ചെയ്യും. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ലയൺസിന്റെ ഇന്റർനാഷണൽ മീറ്റിംഗും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്താ ചെയ്യുന്നത്, ഏങ്ങണ്ടിയൂർ മുല്ലപ്പള്ളി കരീപ്പാടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ഉദയാസ്തമന പൂജയും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, പ്രസാദവൂട്ട്, വിശേഷാൽ വഴിപാടുകൾ എന്നിവ നടത്തി. ഉണ്ണിശാന്തി, ക്ഷേത്രം മേൽശാന്തി PP പ്രദേശ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി,
സെക്രട്ടറി KS ദീപൻ മാസ്റ്റർ, ട്രഷറർ KS വസുധരൻ, വൈസ് പ്രസിഡന്റുമാരായ KK മോഹനൻ, KA പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി KA മോഹനൻ, ക്ഷേത്രം കീഴ്ശാന്തി സുനിൽ, VK അനിരുദ്ധൻ, KP ഷാജി, രാമചന്ദ്രൻ, വനിതാ വിഭാഗം പ്രസിഡന്റ് ജെസ്സി സതീശൻ, സെക്രട്ടറി ശോഭന വസുധരൻ, ട്രഷറർ സുനില കൃഷ്ണമൂർത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ബഷീർ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിന്നി ഉദ്ഘാടനം ചെയ്തു. ബഷീറിന്റെ സാഹിത്യകൃതികളിലെ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. അധ്യാപകരായ ചിൻഡി, അനിറ്റ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. മൾട്ടിവെൽത്ത് ക്യാപിറ്റൽ 5ാം വർഷത്തിലേക്ക്. അന്തിക്കാട് പ്രവർത്തിക്കുന്ന പ്രമുഖ ഫിനാൻഷ്യൽ സ്ഥാപനമായ മൾട്ടിവെൽത്ത് ക്യാപിറ്റൽ 5ാം വർഷത്തിലേക്ക് ചുവടെടുത്തു വയ്ക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഉജ്ജ്വലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. സ്ഥാപനത്തിനോടുള്ള കസ്റ്റമേഴ്സിന്റെ വിശ്വസ്തത മൂലം 8 ബ്രാഞ്ചുകളാണ് വിവിധ സ്ഥലങ്ങളിലായി തുടങ്ങിയിട്ടുള്ളത്. പ്രസ്തുത ചടങ്ങിൽ അധ്യക്ഷത നിർവഹിച്ചത് ഡയറക്ടർ PS അനൂപായിരുന്നു. അപ്പോൾ ഈ കൊറോണയുടെ സമയത്താണ് ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനൊരു പ്രസ്ഥാനം ആരംഭിക്കാം, അല്ലെങ്കിൽ അതിനൊരു വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ചർച്ച നടത്തി. അപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് ആ സമയങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളും നമ്മൾ വളരെ വേണ്ടപ്പെട്ട വെൽവിഷേഴ്സും ഇങ്ങനൊരു സമയത്ത്, അതായത് ഈ കൊറോണ പീക്കായി നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് അത് ബുദ്ധിമുട്ടിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളൊരു അഡ്വൈസാണ് ഭൂരിഭാഗം ആളുകൾ ഞങ്ങൾക്ക് തന്നിരുന്നത്. പക്ഷേ ഞങ്ങളത് ആ അടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരിക്കൽ പോലും പിന്നോട്ട് പോവാതെ കൊറോണയുടെ സമയത്ത് തന്നെ ഞങ്ങൾക്കിന്ന് തുടങ്ങാൻ പറ്റി. പക്ഷെ ചില കാര്യങ്ങൾ എപ്പോഴും ചില സമയങ്ങളിൽ ചില പ്രതിസന്ധികളിൽ നമ്മൾ ചില അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്ന അതായത് ഈ ലോൺ കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് കൊറോണ പ്രമാണിച്ച് പല കമ്പനികളും നിർത്തിവെച്ചൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സമയത്ത് കുറച്ചധികം ആളുകൾക്ക് അത് നല്ല രീതിയിൽ കൊടുക്കാനും അത് വേണ്ട രീതിയിൽ സക്സസ് ആക്കാനും സാധിച്ചു. ഡയറക്ടർമാരായ രാഹുൽ എസ് മേനോനും ഹിമൽ AJയും പങ്കെടുത്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവത്സൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് മൾട്ടിവെൽത്തിന് 4 വർഷം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മൾട്ടിവെൽത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളോട് നോ എന്നുള്ളൊരു വാക്ക് പറയാറില്ല. അവരുടെ ശേഷിക്കനുസരിച്ച് അവർ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മളോടൊപ്പം ചെയ്യാറുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം നിൽക്കാറുണ്ട്. ഇപ്പോൾ ഈ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾക്ക് കിറ്റ് വിതരണം, അതുപോലെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, അങ്ങനെ ഒട്ടനവധി മാതൃകപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മൾട്ടിവെൽത്തിന് എല്ലാവിധ ആശംസകളും പറയാണ്. കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല. കമ്പനിയെന്നും ഈ അന്തിക്കാടിലെ ജനങ്ങളുടെ കൂടെ എന്ത് സഹായത്തിനും ഉണ്ടാകുമെന്നും തങ്ങളാൽ കഴിയുന്ന എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അറിയിച്ചു. തുടർന്ന് ഓട്ടോ, ടാക്സി ഡ്രൈവർമാർക്കും യൂണിയൻ തൊഴിലാളികൾക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. തുടർന്ന് കമ്പനിയുടെ പ്രവർത്തനങ്ങളും വിവരിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി കമ്പനി കസ്റ്റമേഴ്സിനായി തികച്ചും സുരക്ഷിതമായ പുതിയ നോൺ കൺവേർട്ടബിൾ സെക്യൂവേർഡ് ഡിബഞ്ചേഴ്സ് ആകർഷകമായ പലിശ നിരക്കോടുകൂടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ വേദിയിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ അപൂർവമായൊരു നിമിഷം ആഘോഷിക്കുകയാണ്. അതെ, നമ്മുടെ മൾട്ടിവെൽത്ത് ക്യാപിറ്റലിന്റെ 4ാം വാർഷികം. ഇതൊരു കമ്പനി മാത്രമല്ല, നമ്മുടെ സ്വപ്നങ്ങൾ ജനിച്ച് വളർന്ന് വളർത്തിയ ഒരു കുടുംബമാണ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കള്ളുഷാപ്പിൽ വെച്ച് മീനെടുത്ത് കഴിച്ചതിനെ ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച സഹോദരങ്ങളടക്കം 3 പേർ അറസ്റ്റിൽ. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറിയുടെ ചുമർ തുരന്ന് മോഷണ ശ്രമം. കീഴ്പുള്ളിക്കരയിലെ ലഹരി മാഫിയ സംഘത്തെ അമർച്ച ചെയ്യുന്നതിന് പോലീസ് എക്സൈസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് കീഴ്പുള്ളിക്കര ജനകീയ സമിതി ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.